സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ സ്കൂൾ കലോത്സവം ഹോസ്ദുർഗ് ഉപജില്ല മുന്നിൽ. സംസ്കൃതോത്സവത്തിൽ ഹോസ്ദുർഗും ചെറുവത്തൂരും ചാമ്പ്യന്മാർ. അറബിക് കലോത്സവത്തിൽ ബേക്കൽ ഉപജില്ല ചാമ്പ്യന്മാരായി. ഹരിതഭൂമി സ്വപ്നം കാണുന്നവരെ കാണണം നിങ്ങൾ ഈ വിചിത്ര കാഴ്ച. കാഞ്ഞങ്ങാട് നഗരത്തിൽ പച്ചമരം കത്തുന്നു. BSNL സംരക്ഷിക്കണം. BSNL ജീവനക്കാർ സമരം തുടങ്ങി. പ്രവാസികളോടുള്ള അവഗണന. പ്രവാസി സംഘം RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബത്തേരി കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് സഹായവുമായി കുറുമ്പ ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് 40ാം വാർഷികാഘോഷത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. ജില്ലാ സ്കൂൾ കലോത്സവം ഹോസ്ദുർഗ് ഉപജില്ല മുന്നിൽ. കാടങ്കോട് നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹോസ്ദുർഗ് ഉപജില്ല 338 പോയിന്റുമായി മുന്നിലെത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹോസ്ദുർഗ് 332 പോയിന്റുമായി മുന്നിലാണ്. UP വിഭാഗത്തിൽ ചെറുവത്തൂർ ഉപജില്ല 138 പോയിന്റുമായി മുന്നിലെത്തി. ജില്ലാ സ്കൂൾ സംസ്കൃതോത്സവത്തിൽ ഹോസ്ദുർഗും ചെറുവത്തൂരും ചാമ്പ്യന്മാർ. അറബിക് കലോത്സവത്തിൽ ചെറുവത്തൂരും ബേക്കലും ചാമ്പ്യന്മാരായി. കാടങ്കോട് ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ അറബിക് കലോത്സവവും സംസ്കൃതോത്സവവും സമാപിച്ചു. അറബിക് കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ചെറുവത്തൂർ ഉപജില്ല 95 പോയിന്റും ബേക്കൽ ഉപജില്ല 87 പോയിന്റും നേടി. UP വിഭാഗത്തിൽ ബേക്കൽ ഉപജില്ല 65 പോയിന്റും കാസർഗോഡ് 60 പോയിന്റും നേടി. സംസ്കൃതോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹോസ്ദുർഗ് ഉപജില്ല 95 പോയിന്റും ചെറുവത്തൂർ 88 പോയിന്റും നേടി. UP വിഭാഗത്തിൽ ചെറുവത്തൂർ 88ഉം ഹോസ്ദുർഗ് 84ഉം നേടി. റവന്യൂ സ്കൂൾ കലോത്സവം വൻ വിജയമാക്കാൻ കഴിഞ്ഞതിലാണ് സംഘാടക സമിതി. ഭാരവാഹികൾ നാട്ടുകാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സഹകരണമാണ് വിജയത്തിന് പിന്നിലെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറയുന്നു. കാടങ്കോട്ട് നടന്ന സ്കൂൾ കലോത്സവം നാട്ടുകാർ ഏറ്റുവാങ്ങിയ പ്രതീതിയാണ് ജനിപ്പിച്ചത്. 16ഓളം കമ്മിറ്റികൾ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചതും നാട്ടുകാരുടെ നല്ല സഹകരണവുമാണ് കലോത്സവം വൻ വിജയമാക്കിയതെന്ന് സംഘാടക സമിതി കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ T. നാരായണൻ നമ്പൂതിരി പറഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമീണ മേഖലയിൽ പരിപൂർണമായിട്ടും എല്ലാവരുടെയും ജനപിന്തുണയോടുകൂടി നടത്താൻ കഴിഞ്ഞ ഒരു കലോത്സവമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഒരു ജനകീയ ഉത്സവമായിട്ടാണ് നമ്മൾ ഈ കലോത്സവത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സംഘാടക മികവിൽ ഈ മേള മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ജനകീയ ഉത്സവമായി സ്കൂൾ കലാമേള നാട്ടുകാർ നെഞ്ചേറ്റിയതാണ് വൻ വിജയത്തിന് കാരണമായതെന്ന് സംഘാടക സമിതി വൈസ് ചെയർമാൻ V. കൃഷ്ണൻ പറഞ്ഞു. കലോത്സവ നഗരിയിൽ സ്ഥാപിച്ച ചിത്രപ്രദർശന പവലിയൻ വേറിട്ട കാഴ്ചയായി. ചിത്രരചനാ മത്സരത്തിൽ മത്സരിച്ച UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളുടെ മികച്ച ചിത്രങ്ങളാണ് പവലിയനിൽ പ്രദർശിപ്പിക്കുന്നത്. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ഓയിൽ കളർ, കൊളാഷ് എന്നീ വിഭാഗങ്ങളിൽ മത്സരിച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. 18ഓളം പ്രശസ്ത ചിത്രകാരന്മാരുടെ പെയിന്റിങ്ങുകളും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതാദ്യമായാണ് ഇത്തരമൊരു സംരംഭം കലോത്സവ നഗരിയിൽ ഒരുക്കുന്നത്. കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രോയിങ് ടീച്ചർ KR ഷാജിയാണ് ചിത്രങ്ങൾ ശേഖരിച്ച് പ്രദർശനത്തിന് എത്തിച്ചത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ പച്ചമരത്തിന് തീയിട്ടു. കത്തിപ്പാതിയായ മരം അപകട ഭീഷണി ഉയർത്തുന്നു. പച്ചമരം കത്തുന്നു. ഇതൊരു കവിതയോ കഥയോ അല്ല, കാഞ്ഞങ്ങാട് നഗരത്തിലെ കാഴ്ചയാണ്. മാലിന്യ പ്രശ്നവും ഗതാഗത പരിഷ്കരണവും മാതൃകാപരമായി നടപ്പിലാക്കുന്ന കാഞ്ഞങ്ങാട്ടാണ് പച്ചമരം തീയിട്ട് നശിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് TB റോഡ് ജംഗ്ഷന് സമീപത്താണ് പച്ചമരം അപകടകരമാം വിധം കത്തി അമരുന്നത്. പകുതിയോളം കത്തിത്തീർന്ന പച്ചമരം അപകടാവസ്ഥയിലാണ്. ഏത് നിമിഷവും നിലംപതിക്കാവുന്ന കൂറ്റൻ മരം ഹൈടെൻഷൻ വൈദ്യുതി കമ്പികൾക്ക് മുകളിൽ വീണാൽ വൻ ദുരന്തത്തിനാവും വഴിവെക്കുന്നത്. കാറ്റടിച്ചാൽ നിലംപൊത്തുന്ന രീതിയിലാണ് മരം നിൽക്കുന്നത്. മാലിന്യം കത്തിക്കുന്നവർ മരത്തിന് ചുവട്ടിലിട്ട് കത്തിച്ചതാണ് മരം കത്താൻ ഇടയാക്കിയത്. വ്യാഴാഴ്ച രാവിലെയാണ് മരം കത്തിയ നിലയിൽ നഗരസഭാ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്.
ആർത്തിമൂത്ത മനുഷ്യന്റെ പരാക്രമങ്ങൾ ഇല്ലാതാക്കുന്നത് അവശേഷിക്കുന്ന പച്ചപ്പുകളെയാണ്. നാളിതുവരെ തണൽ തന്ന മരത്തെ ചുട്ടുകൊല്ലുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ബത്തേരി കടപ്പുറത്ത് കൊല്ലപ്പെട്ട അഭിലാഷിന്റെ കുടുംബത്തിന് സഹായവുമായി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ സഹായമെത്തി. ബത്തേരിക്കൽ കടപ്പുറത്ത് കൊല്ലപ്പെട്ട അഭിലാഷിന്റെ കുടുംബത്തെ സഹായിക്കാനായി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര സംഘടന മുന്നിട്ടിറങ്ങി. അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രാദേശിക കമ്മിറ്റികളും ചേർന്നാണ് സഹായം സ്വരൂപിച്ചത്. 1.5 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ സ്വരൂപിക്കപ്പെട്ടത്. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം മുഖാന്തരം സ്വരൂപിച്ച ധനസഹായം അഭിലാഷിന്റെ വീട്ടിലെത്തി കൈമാറുകയായിരുന്നു. അഭിലാഷിന്റെ പിതാവും സഹോദരിയും ചേർന്നാണ് ധനസഹായം ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ ക്ഷേത്രത്തിലെ പ്രധാന സ്ഥാനികൻ അമ്പാടിക്കാരണവർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് AR രാമകൃഷ്ണൻ, സെക്രട്ടറി VB മോഹനൻ, വൈസ് പ്രസിഡന്റ് P സാമിക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി ബൈജു, ട്രഷറർ B പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര സ്ഥാനികരും സമുദായങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബത്തിലുള്ള ഏക അത്താഴം മാത്രമായിരുന്ന ആൺകുഞ്ഞ് ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ നാം എല്ലാം ഒറ്റക്കെട്ടായി അണിനിരന്ന് നമ്മുടെ വിഷമം, ദുഃഖം സമൂഹത്തിൽ ഇത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ലോകം അറിയത്തക്ക നിലയിൽ നമ്മൾ പ്രതികരിച്ചത് നിങ്ങളെല്ലാവരും ഓർക്കുക. അങ്ങനെ ആവശ്യം വരുമ്പോൾ നാം ഒറ്റക്കെട്ടായി നിന്ന് പ്രവാസികളോടുള്ള അവഗണനയ്ക്കെതിരെ പ്രവാസി സംഘത്തിന്റെ പ്രതിഷേധം. പ്രവാസി സംഘം പ്രവർത്തകർ RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തിരിച്ചുവന്ന പ്രവാസികളോട് കേരള സർക്കാരുകൾ അവഗണന കാട്ടുമെന്നാരോപിച്ചാണ് പ്രവാസി സംഘം മാർച്ച് സംഘടിപ്പിച്ചത്. അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അനുവദിക്കുക, രാവണീശ്വരത്തെ ബാബുവിന്റെ തിരോധാനം സമഗ്രമായി അന്വേഷിക്കുക, 60 വയസ്സ് വരെ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. RD ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഫണ്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഫണ്ട് ഒരു നയാ പൈസയുടെ ഫണ്ടിന്ന് നോർക്ക ബോർഡിന്റെ കൈവശമില്ല. അതാണ് അവിടുത്തെ ഇന്നത്തെ സ്ഥിതി. ക്ഷേമനിധി ബോർഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ ആശ്ചര്യകരമായ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബോർഡിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് എനിക്ക് അത് ഔദ്യോഗികമായിട്ട് തന്നെ പറയാൻ സാധിക്കും. കഴിഞ്ഞ സർക്കാർ ഇരുന്ന സമയത്ത്, കഴിഞ്ഞ ബോർഡ് അവിടെ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ധാരാളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ട, ഭരണപരമായി കൊടുക്കുന്നതിന് വേണ്ട എല്ലാ തീരുമാനങ്ങളും ബോർഡ് എടുത്ത് ഗവൺമെന്റ് കൊടുത്തിരുന്നതാണ്. K രാജേന്ദ്രൻ അധ്യക്ഷനായി. M ഹനീഫ, ബഷീർ കാപ്പിൽ, ജലീൽ കാപ്പിൽ, EK പടന്നക്കാട്, രാഘവൻ കുണ്ടക്കുഴി, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ BSNLന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് BSNL ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് നടത്തും. കാഞ്ഞങ്ങാട്ട് ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ഫോറം ഓഫ് BSNL യൂണിയൻ അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. കേന്ദ്ര സർക്കാരും മാനേജ്മെന്റും സ്വീകരിച്ച വികലമായ നയങ്ങൾ BSNLനെ പ്രതിസന്ധിയിലാക്കിയതായി സമരക്കാർ ആരോപിച്ചു. സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് BSNL ജീവനക്കാർ സമരത്തിനിറങ്ങിയത്. മാർച്ച് 17 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് തീരുമാനം. കാഞ്ഞങ്ങാട്ട് നടന്ന ഏകദിന സത്യാഗ്രഹം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉന്നയിച്ചു പോകുന്നത് മഹാപാതകമൊന്നുമല്ല, എങ്കിലും അതിനേക്കാളേറെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായി ഉയർത്തേണ്ട വിഷയമെന്ന രീതിയിലാണ് BSNL നേരിടുന്ന ആപൽക്കരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാർ ബന്ധപ്പെട്ട ജീവനക്കാരുടെ സംഘടനകൾ മാത്രമല്ല, ജനങ്ങളുടെ ആകെ സഹകരണത്തോടുകൂടി ഈ ആവശ്യം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു പ്രക്ഷോഭത്തിന് നിങ്ങൾ ഒരുക്കുകൂട്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. OK രവീന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ P മനോഹരൻ, A ഭുവനചന്ദ്രൻ നായർ, ജിതേഷ്, CK അശോക് കുമാർ, A ജയചന്ദ്രൻ, VV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രവീന്ദ്രൻ കൊടക്കാട് സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് മുസ്ലിം സംയുക്ത ജമാഅത്ത് 40ാം വാർഷികാഘോഷത്തിന് ഒരുങ്ങുന്നു. 15 മുതൽ 18 വരെ തീയതികളിൽ കോട്ടച്ചേരി ഗാസി PAUK നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ 40ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണത്തിന് സമാപനമായി. ജനുവരി 15 മുതൽ 18 വരെ തീയതികളിൽ കോട്ടച്ചേരിയിലാണ് സമ്മേളനം നടക്കുന്നത്. പ്രചരണത്തിന്റെ സമാപനം മാണിക്കോത്ത് നടന്നു. ഖബീർ ഫൈസ് ടീച്ചർകോട് പ്രചരണ സമാപനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ കഴിഞ്ഞ തളിപ്പറമ്പിൽ തളിപ്പറമ്പിലുള്ള മാടായി ആഴങ്ങാടി പരിപാടിക്കൊണ്ട് പോയപ്പോഴേ അവിടെ സീറ്റ് സംഘടന കെരിച്ചേരി എന്നോട് പറഞ്ഞു, നിങ്ങളെ ഈ ഭാഗങ്ങളൊക്കെ സംയുക്ത ജമാഅത്തുണ്ടായില്ല. കണ്ണൂർ ഭാഗങ്ങൾ സത്യത്തിൽ സംയുക്ത ജമാഅത്ത് എന്ന് പല സംഭവമില്ല. അപ്പൊ കരീം സാഹിബ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ പിന്നെ ഈ ചേലേരി ഭാഗവും കുറച്ച് മഹല്ലുകൾ കൂടി സംയുക്ത ജമാഅത്ത് രൂപീകരിച്ചിട്ടുണ്ട്. ആ രൂപീകരിച്ചതിന്റെ പ്രസിഡന്റ് എന്നെയാണ് ആക്കിയിട്ടുള്ളത് എന്നൊക്കെ കരീം സാഹിബ് എന്നോട് സമർപ്പിക്കുകയുണ്ടായി.
ബഷീർ ഇവിടെ പ്രസംഗിച്ചത് നിങ്ങൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്ത് തുല്യതയില്ലാത്ത പ്രസ്ഥാനമായി വളരുന്നതാണ് നമ്മുടെ കാഞ്ഞങ്ങാട് സമീപനമായത്. അഷ്റഫ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. സംയുക്ത ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, സി കുഞ്ഞാമുദ് ഹാജി പാലക്കി, ഷാബിർ ബാടോത്ത്, മുബാറക് ഹസൈനർ ഹാജി, MK അബ്ദുള്ള, മാണിക്കോത്ത് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രിക ദിനപത്രത്തിന്റെ കാഞ്ഞങ്ങാട് ബ്യൂറോ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ഗോകുലം ടവർ ബിൽഡിംഗിലാണ് ബ്യൂറോ പ്രവർത്തനം തുടങ്ങിയത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ കാഞ്ഞങ്ങാട് സബ് ബ്യൂറോ ഗോകുലം ടവറിൽ പ്രവർത്തനം തുടങ്ങി. പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രിക ഡയറക്ടർ PKK ഭാവ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA, മെട്രോ മുഹമ്മദ് ഹാജി, MC ഖമറുദ്ദീൻ, A ഹമീദ് ഖാജി, PP നസീമ ടീച്ചർ, KM ഷംസുദ്ദീൻ ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, KE ബക്കർ, MP ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ഫോറം ഭാരവാഹികളും മറ്റു മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ബല്ല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ബല്ലാക്കടപ്പുറം ഗ്രീൻ സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. ബല്ലാക്കടപ്പുറം ഗ്രീൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുജീബ് അബ്ദുൾ റഹ്മാൻ ഹാജി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. അന്തർദേശീയ താരങ്ങൾ അണിനിരുന്ന മത്സരങ്ങൾ ഏറെ ആവേശം നിറഞ്ഞതായിരുന്നു. ഫുട്ബോൾ ടൂർണമെന്റ് MP ജാഫർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷനായി. അബ്ദുൾ ഖാദർ ഹാജി, MK അബൂബക്കർ ഹാജി, CP ഉസ്മാൻ, ഹസൻ ബല്ലാക്കടപ്പുറം എന്നിവർ സംസാരിച്ചു. ജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്ക് മികച്ച ട്രോഫികൾ ഒരുക്കിയ ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായി. 258 ഇനങ്ങളിലായി നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ പ്രതിഭകൾക്ക് മികച്ച ട്രോഫികളും മൊമെന്റോകളുമാണ് ഒരുക്കിയിട്ടുള്ളത്. 800-ലധികം മൊമെന്റോകളും 250 ട്രോഫിയും ഷീൽഡും ഒരുക്കാൻ കഴിഞ്ഞായി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. PTA ഭാരവാഹികളും ക്ലബ്ബുകളും കൂട്ടായി ഒത്തുചേർന്നാണ് ട്രോഫികൾ ഒരുക്കിയിട്ടുള്ളത്. സർവ്വമത സാഹോദര്യത്തിന്റെ സന്ദേശങ്ങൾ മൊമെന്റോയിൽ ഉൾപ്പെടുത്തിയതായി ട്രോഫി കമ്മിറ്റി വൈസ് ചെയർമാൻ സഞ്ജീവൻ മടിവേൽ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയെ സ്പർശിക്കുന്ന ആശയങ്ങളും മൊമെന്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുന്ദരൻ കാടാങ്കോട്, KT പ്രദീപ് കുമാർ തുടങ്ങിയവർ ട്രോഫി കമ്മിറ്റിക്ക് നേതൃത്വമേകി. ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലെ കുട്ടി പോലീസിന്റെ സേവനം മികവുറ്റതായി. ചന്ദേര ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ 80ഓളം കുട്ടി പോലീസുകാർ കലോത്സവ നഗരിയിൽ സജീവമായിരുന്നു. കുടിവെള്ള വിതരണം, ട്രാഫിക് ഡ്യൂട്ടി, ഭക്ഷണ വിതരണം തുടങ്ങിയവയിലെല്ലാം കുട്ടി പോലീസിന്റെ സേവനം ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. ഉദിനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 50ഓളം ആൺകുട്ടികളും 30ഓളം പെൺകുട്ടികളും ചേർന്നാണ് കലോത്സവ നഗരിയിൽ സേവനത്തിലേർപ്പെട്ടത്. കലോത്സവ നഗരിയിൽ മികച്ച സേവനം ലഭ്യമാക്കുക എന്നാണ് ലക്ഷ്യമെന്ന് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ K രാധാകൃഷ്ണൻ പറഞ്ഞു. ഇത് വരുമ്പോൾ ഇവിടെ കുടിവെള്ളത്തിന്റെ ഒരു ദൗർലഭ്യത കാണുകയുണ്ടായി. അതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് അവസാന ദിവസം ഇവിടെ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കുട്ടികൾക്കും അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കും കുടിവെള്ളം കൊടുക്കുവാൻ തീരുമാനിച്ചതുമായി ഇവിടെ ഉദിനൂർ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമായി സഹകരിച്ച് നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്. കലോത്സവ നഗരിയിൽ എത്തുന്നവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നുന്നുവെന്ന് കുട്ടി പോലീസുകാരും പറയുന്നു. ഇവിടെ ദാഹിച്ചിട്ട് വരുന്നവർക്ക് നമ്മളിവിടെ വെള്ളം കൊടുക്കുന്നൊക്കെയുണ്ട്. ചന്ദേര പോലീസിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വെള്ളം കൊടുക്കുന്നത് ഇതുവരെയ്ക്ക് വലിയ ഉപയോഗം ഉണ്ടാവും. കുട്ടി പോലീസിന്റെ മികച്ച സേവനം കലോത്സവ നഗരിയിൽ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു. കലോത്സവ നഗരിയിൽ ആരും കാണാതെ സേവന സമ്പന്നരായ ഒരു വിഭാഗമുണ്ട്. അഗ്നിശമന സേനാംഗങ്ങളാണ് നിശബ്ദ സേവനത്തിലൂടെ മാതൃകയായത്. കലോത്സവ നഗരികളെ വിഴുങ്ങാറുള്ള പൊടിപടലങ്ങൾ ഇത്തവണ കാടങ്കോടില്ല. മഞ്ഞുകാലത്തെ വരണ്ട അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന പൊടിപടലങ്ങൾ എന്തുകൊണ്ടാണ് ശമിച്ചതെന്ന ചിന്ത ഉടലെടുക്കുമ്പോഴാണ് നിശബ്ദ സേവനം കലോത്സവ നഗരിയിൽ നടത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളെ അഭിനന്ദിക്കേണ്ടത്. പുലർച്ചെ 6 മണി മുതൽ കലാമാമംഗം നടക്കുന്ന കലോത്സവ നഗരിയിലെ വിവിധ വേദികളുടെ പരിസരങ്ങളിൽ വെള്ളം ചീറ്റിച്ച് പൊടിക്ക് ശമനം വരുത്തുന്ന അവർ 2ാം തവണ ഉച്ചകഴിഞ്ഞ് എത്തുമ്പോഴാണ് സേവനം കാണികൾ അനുഭവിച്ചറിയുന്നത്. അഗ്നിശമന സേനയുടെ കാസർഗോഡ് തൃക്കരിപ്പൂർ യൂണിറ്റിലെ അംഗങ്ങളാണ് കഴിഞ്ഞ 5 ദിവസവും നഗരിയിൽ ക്യാമ്പ് ചെയ്ത് പൊടിപടലങ്ങൾ നീക്കിയത്. കലോത്സവത്തിനെത്തുന്നവർക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന പൊടിപടലങ്ങൾ ഇല്ലായ്മ ചെയ്ത് നല്ല അന്തരീക്ഷമുണ്ടാക്കി ഇവർ മാതൃക കാട്ടുകയായിരുന്നു. കാടങ്കോട് നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലെ ഭക്ഷണപ്പുര സജീവം. മാധവൻ നമ്പൂതിരിയുടെ കൈപുണ്യം ഭക്ഷണപ്പുരയെ സമ്പന്നമാക്കുന്നു. 6 ജില്ലാ കലോത്സവങ്ങൾക്ക് ഭക്ഷണമൊരുക്കിയതിന്റെ അനുഭവ സമ്പത്തുമായാണ് മാധവൻ നമ്പൂതിരി കാടാങ്കോട്ടെ കലോത്സവ നഗരിയിലെ ഭക്ഷണപ്പുരയെ സമ്പന്നമാക്കുന്നത്. 40-ലധികം ഉപജില്ലാ കലോത്സവങ്ങൾക്ക് ഭക്ഷണമൊരുക്കിയതിന്റെ ക്രെഡിറ്റും മാധവൻ നമ്പൂതിരിക്ക് സ്വന്തമായുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊരുക്കുന്നതിനുള്ള പാചകക്കാരനെ നിശ്ചയിക്കാൻ സംഘാടക സമിതിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. മറ്റ് കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഭക്ഷണപ്പുരയിൽ ആർക്കും ക്യൂ നിന്ന് മുഷിയേണ്ടിയും വന്നില്ല. 7000ഓളം പേർക്കാണ് വ്യാഴാഴ്ച ഭക്ഷണം നൽകിയത്. മുഴുവൻ ആളുകളും നല്ല സഹകരണം നൽകുന്നുണ്ടെന്ന് മാധവൻ നമ്പൂതിരി പറഞ്ഞു. സമർത്ഥമായ സദ്യ എന്ന് പറയുന്നത് കാടങ്കോട്ട് ഇവിടെ ഉണ്ടാക്കിയ സ്കൂളിൽ ഇത് ഭക്ഷണ കമ്മിറ്റിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം കൊടുക്കണം എന്നുള്ള ആ വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിപ്പം ഭക്ഷണം തയ്യാറാക്കുന്നതും കൊടുക്കുന്നു. അതിന് ഇവിടുത്തെ ജോയിന്റ് ഗവൺമെന്റ് ഫുൾ ടൈം എന്ന് പറയാൻ ഒന്നിച്ച് തന്നെയുണ്ട്. കലോത്സവ ദിനങ്ങളിലെല്ലാം പായസം നൽകാനും സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണം ലഭിച്ചതായി ചെറുപത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിയായണി പറഞ്ഞു. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പായസങ്ങൾ നൽകി കലോത്സവ നിലയിലെത്തിയ ആസ്വാദകരെയും കലാപ്രതിഭകളെയും തിരിച്ചയക്കാനും മാധവൻ നമ്പൂതിരിക്ക് സാധിച്ചിട്ടുണ്ട്.
മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ ഉയർന്ന പവലിയൻ ശ്രദ്ധേയമായി. എക്സൈസ് വകുപ്പിന്റെയും NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കലോത്സവ നഗരിയിൽ ബോധവൽക്കരണ സ്റ്റാൾ സ്ഥാപിച്ചത്. സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളുന്ന കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രോയിംഗ് അധ്യാപകൻ നീലേശ്വരത്തെ KR ഷാജിയാണ് ശില്പങ്ങൾ അണിയിച്ചൊരുക്കിയത്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മദ്യത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചതെന്ന് KR ഷാജി പറഞ്ഞു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പടുത്തുയർത്തിയ ചിത്രങ്ങൾ കലോത്സവ നിലയിലെത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ സ്കൂൾ കലോത്സവം ഹോസ്ദുർഗ് ജില്ല മുന്നിൽ. സംസ്കൃതോത്സവത്തിൽ ഹോസ്ദുർഗും ചെറുവത്തൂരും ചാമ്പ്യന്മാർ. അറബിക് കലോത്സവത്തിൽ ബേക്കൽ ഉപജില്ലാ ചാമ്പ്യന്മാരായി. ഹരിതഭൂമി സ്വപ്നം കാണുന്നവരെ കാണണം നിങ്ങൾ ഈ വിചിത്ര കാഴ്ച. കാഞ്ഞങ്ങാട് നഗരത്തിൽ പച്ചമരം കത്തുന്നു. BSNL സംരക്ഷിക്കണം. BSNL ജീവനക്കാർ സമരം തുടങ്ങി. പ്രവാസികളോടുള്ള അവഗണന. പ്രവാസി സംഘം RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബത്തേരി കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് സഹായവുമായി കുറുമ്പ ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് 40ാം വാർഷികാഘോഷത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.